കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. ഹായ് എവ്രിവൺ, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 6.0 ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് BECC 104 BA എക്കണോമിക്സ് BAECH. BECC 104 മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഇൻ എക്കണോമിക്സ് 2 എന്ന കോഴ്സിന്റെ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അവൈലബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം അനലൈസ് ചെയ്ത് അതുപോലെ ചേഞ്ചിങ് പാറ്റേൺ കൂടെ അനലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു സെഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ വൺസ് അഗൈൻ വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 6.0 ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. BECC 104 എന്ന ഈ ഒരു കോഴ്സിന് നമുക്ക് എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ടേമിന്റെ എക്സാമിനേഷനേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഡിസംബർ 2022 ടു ഡിസംബർ 2025 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അനലൈസ് ചെയ്തിട്ടാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. ഇതിനകത്ത് നമ്മുടെ എക്സാം പാറ്റേണിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും, ഏതൊക്കെയാണ് ഹൈ യിൽഡ് ടോപ്പിക്സ് എന്നുള്ളതും കൂടുതലായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ നോക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം അനലൈസ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള 2 ഫുൾ പ്രിഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റ്സും കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ ഒരു ആൻസറിന്റെ സ്ട്രക്ചർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എങ്ങനെ അത് എഴുതണം, എന്തൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതും കൂടെ നോക്കുന്നുണ്ടാവും. നിങ്ങൾ മേ ബി പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉണ്ടാവുള്ളൂ, അതല്ലേ നിങ്ങളുടെ റിവിഷൻ ടൈമിലായിരിക്കാം. ഏതൊരു ലെവലിലാണെങ്കിലും ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് എക്സാം നല്ല കോൺഫിഡൻസിൽ അറ്റൻഡ് ചെയ്യാനും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. സോ ഫോക്കസ് ചെയ്തിരിക്കുക. നിങ്ങളുടെ കറന്റ് പ്രിപ്പറേഷൻ ലെവൽ ഏതാണ് എന്നുള്ളതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ പാത്ത് വേ ചൂസ് ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കുന്നവരായിരിക്കാം നിങ്ങൾ എക്സാമിന് ഒരു 1 to 3 ഡേയ്സ് മുന്നേ ഒക്കെ പഠിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെക്ഷൻ 5 ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക്സ് നോക്കുക. അതിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ സ്റ്റഡി പ്രിപ്പയറർ ആണെങ്കിൽ 1 to 2 വീക്സ് ഒക്കെ എടുത്ത് പഠിക്കുന്നവരാണ്, എക്സാമിന് മുന്നേ ഇരുന്ന് പഠിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെക്ഷൻ 3 എക്സാം പാറ്റേൺസും കൂടെ ഒന്ന് കെയർഫുള്ളി മനസ്സിലാക്കി വെക്കുക. ആൻഡ് നിങ്ങൾ എല്ലാം കവർ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്ന് ഉള്ളവരാണ് നിങ്ങൾ നിങ്ങളുടെ സെക്ഷൻ 1ൽ കോഴ്സ് പ്രൊഫൈലിൽ തൊട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിന്റെ സ്ട്രക്ചർ മുഴുവനായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആൻഡ് എക്സാം പാറ്റേൺ ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചർ ആണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. 100 മാർക്സിനാണ് നമ്മളുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ആൻഡ് 3 hours ആണ് ഡ്യൂറേഷൻ. യൂഷ്വലി 12 to 14 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. 20 മാർക്സിനും 12 മാർക്സിനും 6 മാർക്സിനും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. സെക്ഷൻ A, B, C എന്ന് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടാവും. അതിൽ Aയിൽ 40 മാർക്സിനാണ് ടോട്ടൽ മാർക്സ് വരുന്നത്. ആൻഡ് അതിൽ 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ചൂസ് ചെയ്ത് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. അതിൽ ഓരോന്നിനും 20 മാർക്സ് വീതമായിരിക്കും ഉണ്ടാവുക. ആൻഡ് സെക്ഷൻ Bയിലേക്ക് വരുമ്പോൾ 48 മാർക്സ് ആണ് ടോട്ടൽ മാർക്സ് വരുന്നത്. നിങ്ങൾ 4 ക്വസ്റ്റ്യൻസ് ആണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. അതിൽ ഓരോന്നിനും 12 മാർക്സ് വീതമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. സെക്ഷൻ Aയിൽ ലോങ് ആൻസേഴ്സ് ആണ് എഴുതി കൊടുക്കേണ്ടത്. ലോങ് ആൻസേഴ്സ് ആണ് ചോദിക്കുക. അതുപോലെ ന്യൂമറിക്കൽ പ്രോബ്ലംസും ചോദിക്കാറുണ്ട്, തിയററ്റിക്കൽസും ഉണ്ടാവാറുണ്ട്. സെക്ഷൻ Bയിലേക്ക് വരുമ്പോൾ ഡെറിവേഷനും ന്യൂമറിക്കൽ പ്രോബ്ലംസും കൺസെപ്ഷ്യൽ എക്സ്പ്ലനേഷൻസും ഒക്കെയാണ് ഉണ്ടാവാറുള്ളത്. സെക്ഷൻ Cയിലെ 12 മാർക്സിനാണ് ടോട്ടൽ ക്വസ്റ്റ്യൻസ് വരിക. അത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാറുള്ളത്. അപ്പൊ അത് 6 മാർക്സിനും ഓരോന്നിനും 6 മാർക്സ് വീതവും ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ അതിൽ കൂടുതൽ ഡെഫിനിഷൻസും ഷോർട്ട് നോട്ട്സും ബേസിക് പ്രൂഫ് ഡോമിനേറ്റും ഒക്കെയാണ് ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് നമ്മൾ എക്സാം പേപ്പറിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സെക്ഷൻ Aയിൽ നിന്ന് 40% മാർക്സും സെക്ഷൻ Aയിൽ നിന്നാണ് വരുന്നത്. ആൻഡ് സെക്ഷൻ Bയിൽ അത് നമ്മൾ ലോങ് ആൻസർ ആണ് വരിക സെക്ഷൻ Aയിൽ. സെക്ഷൻ B എന്ന് പറയുമ്പോൾ അവിടെ മീഡിയം ആൻസർ ആണ്. അവിടെ 48% മാർക്സും അവിടെ നിന്നാണ് വരുന്നത്. ആൻഡ്
ഷോർട്ട് ആൻസേഴ്സ് ആണ് സെക്ഷൻ സിയിൽ ചോദിക്കാറുള്ളത്. അവിടെ ഒരു 12% ആണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈ യിൽഡ് സിലബസ് മാപ്പാണ്. ഓരോ യൂണിറ്റിന്റെയും ഇമ്പോർട്ടൻസ്, എത്രത്തോളം ഓരോ യൂണിറ്റിൽ നിന്നും ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതും അതുപോലെ ഏതൊക്കെയാണ് ഹൈ യിൽഡിൽ വരുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഹൈ യിൽഡ്, മീഡിയം യിൽഡ്, ലോ യിൽഡ് എന്ന് പറഞ്ഞിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഹൈ യിൽഡ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ മീഡിയം യിൽഡ് എന്ന് പറയുന്നത് ഫ്രീക്വന്റ് അപ്പിയറൻസ് ആണ്. കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ മീഡിയം യിൽഡ് മസ്റ്റ് ആയിട്ടും പഠിച്ചിട്ട് പോകേണ്ടതുണ്ട്. ആൻഡ് ലോ യിൽഡ് എന്ന് പറയുന്നത് അപ്പിയേഴ്സ് ഒക്കേഷണലി ആണ്. നിങ്ങൾക്ക് അത് ഒന്നിൽ കൂടുതലോ, ഒരു തവണയോ ഒന്നിൽ കൂടുതലോ ചോദിച്ചിട്ടുണ്ടാവാം. അപ്പൊ നിങ്ങൾക്ക് അതും കൂടെ പഠിക്കാം. ടൈം ഉണ്ടെങ്കിൽ അതും കൂടെ പഠിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. ഹൈ യിൽഡിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാം. ഇനി നമുക്ക് ഓരോ യൂണിറ്റ് വൈസ് നോക്കാം. യൂണിറ്റ് 1 മൾട്ടിവേരിയറ്റ് കാൽക്കുലസ് 1-ൽ നിന്നും ഫ്രീക്വന്റ് ആയിട്ട് 7 ടൈംസ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ലേറ്റസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഈ ലാസ്റ്റ് എക്സാമിനാണ്, December 2025. ആൻഡ് 7 ടൈംസ് ചോദിച്ചത് കൊണ്ട് തന്നെ നമ്മൾ അതൊരു ഹൈ യിൽഡ് ടോപ്പിക്സ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ അത് മസ്റ്റ് ആയിട്ടും പഠിച്ചിട്ട് പോവേണ്ടത് തന്നെയുണ്ട്. നെക്സ്റ്റ് യൂണിറ്റ് 2 മൾട്ടിവേരിയറ്റ് കാൽക്കുലസ് 2-ൽ നിന്നും 7 ടൈംസ് തന്നെയാണ് ചോദിച്ചത്. അതും December 2025 ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ അതും ഹൈ യിൽഡ് ടോപ്പിക്സ് തന്നെയാണ്, മസ്റ്റ് ആയിട്ടും പഠിച്ചിട്ട് പോവാം. നെക്സ്റ്റ് യൂണിറ്റ് 3 ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ നിന്നും 4 ടൈംസ് ആണ് ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. December 2025 നിന്ന് തന്നെയാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ആൻഡ് അതൊരു മീഡിയം യിൽഡ് കാറ്റഗറിയിലാണ് വരുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 4 സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ നിന്നും 3 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് നമ്മളൊരു ലോ യിൽഡ് കാറ്റഗറിയിലാണ് കൊടുത്തിട്ടുള്ളത്. June 2025 ലാസ്റ്റ് ചോദിച്ചിട്ടുള്ളത്. യൂണിറ്റ് 5 വെക്ടേഴ്സ് ആൻഡ് വെക്ടർ സ്പേസസിൽ നിന്നും 4 ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ അതൊരു മീഡിയം യിൽഡ് കാറ്റഗറിയിലാണ് കൊടുത്തിട്ടുള്ളത്. December 2025 ലാസ്റ്റ് ചോദിച്ചിട്ടുള്ളത്. യൂണിറ്റ് 6 മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസിൽ നിന്നും 7 ടൈംസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. സോ ആ ഒരു യൂണിറ്റ് നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോവുക. December 2025 അത് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 7 ആയാലും അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഹൈ യിൽഡിൽ തന്നെയാണ് വരുന്നത്. ലീനിയർ എക്കണോമിക് മോഡൽസിൽ നിന്നും 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. June 2025 നിന്ന് തന്നെയാണ്, June 2025 ആണ് ലാസ്റ്റ് ചോദിച്ചേക്കുന്നത്. യൂണിറ്റ് 8 അൺകൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷൻ 6 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതും ഹൈ യിൽഡിൽ തന്നെയാണ് വരുന്നത്. December 2025 ലാസ്റ്റ് ചോദിച്ചിട്ടുള്ളത്. യൂണിറ്റ് 9 കൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷൻ വിത്ത് ഇക്വാലിറ്റി കൺസ്ട്രെയിൻസിൽ നിന്നും 6 ടൈംസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. December 2025 നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ആൻഡ് ലാസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് അതും ഒരു ഹൈ യിൽഡ് ടോപ്പിക്സ് തന്നെയാണ്. നെക്സ്റ്റ് യൂണിറ്റ് 10 ഡ്യുവാലിറ്റിയിൽ നിന്നും 6 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതും ഹൈ യിൽഡ് ടോപ്പിക്സ് തന്നെയാണ്. June 2025 അത് ലാസ്റ്റ് ചോദിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു യൂണിറ്റിന്റെ ഇമ്പോർട്ടൻസ് ഒരു ഹീറ്റ് മാപ്പിലൂടെ നോക്കാൻ പോവാണ്. യൂണിറ്റ് 1, 2, 6-ൽ നിന്നാണ് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. 7 ടൈംസ് ആണ് ഈ ഒരു 3 യൂണിറ്റ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് 8, 9, 10-ൽ നിന്നാണ് അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതുപോലെ ഇമ്പോർട്ടന്റ് ഉള്ളത് തന്നെയാണ് യൂണിറ്റ് 7 എന്ന് പറയുന്നത്. പിന്നെ മീഡിയം യീൽഡിൽ വരുന്നതാണ് യൂണിറ്റ് 3-ഉം 5-ഉം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ടോപ്പ് 10 മോസ്റ്റ് റിപ്പീറ്റഡ് എക്സാം ടോപ്പിക്സ് ആണ്. അപ്പൊ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ മെട്രിക്സ് ഓപ്പറേഷൻ ആണ്. അതിൽ നിന്നും 6 ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. 2 പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, മാർജിനൽ പ്രൊഡക്റ്റ്, ഓയിലേഴ്സ് തിയറം, റിട്ടേൺസ് ടു സ്കെയിൽ, ഇതിൽ നിന്നും 6 ടൈംസ് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നത്. നെക്സ്റ്റ് ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ മെത്തേഡിൽ നിന്നും കൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷൻ, ഇതിൽ നിന്നും 5 ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഹോമോജീനിയസ് ഫംഗ്ഷൻ, ഡിഗ്രി ആൻഡ് ഓയിലേഴ്സ് തിയറത്തിൽ നിന്നും സെയിം 5 ടൈംസ് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്രാമേഴ്സ് റൂൾ, മാർക്കറ്റ് നാഷണൽ ഇൻകം മോഡൽസിൽ നിന്നും 5 ടൈംസ് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ടോട്ടൽ ഡിഫറൻഷ്യൽസ് ഓഫ് മൾട്ടിവേരിയേറ്റ് ഫംഗ്ഷൻസിൽ നിന്നും 5 ടൈംസ് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ നിന്നും ഇൻകം ക്രോസ് പ്രൈസിൽ നിന്നും 4 ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് കോമ്പൻസേറ്റഡ് ഡിമാൻഡ് ഫംഗ്ഷൻ ആൻഡ് ഷെഫേർഡ്സ് ലംബയിൽ നിന്നും 4 ടൈംസ് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ടു പ്രൊഡക്റ്റ് ഫേം പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ നിന്നും 4 ടൈംസ് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് റോയ്സ് ഐഡന്റിറ്റി വിയ എൻവലപ്പ് തിയറത്തിൽ നിന്നും 3 ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ ഇതാണ് ടോപ്പ് 10 മോസ്റ്റ് റിപ്പീറ്റഡ് എക്സാം ടോപ്പിക്സ് ആയിട്ട് വരുന്നത്. സോ ഇത് നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ട് പോവാം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്, ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക്.
അപ്പോൾ ഓരോ ടോപ്പിക്സിലെയും ഏതൊക്കെയാണ് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. മൾട്ടിവേരിയറ്റ് കാൽക്കുലേറ്റ്സ് 2ൽ നിന്നും ചോദിച്ചിട്ടുള്ള മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അതല്ലാതെ 2 ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. നമുക്ക് എല്ലാം നോക്കാം. First one, given a Cobb-Douglas production function Q equals AL raised to alpha, K raised to beta, find marginal products of factors, show Euler's theorem is satisfied and determine the nature of returns to scale. അത് മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. നെക്സ്റ്റ് ഒരു മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി ഇൻകം ഇലാസ്റ്റിസിറ്റി ആൻഡ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫ്രം എ ഗിവൺ ഡിമാൻഡ് ഫംഗ്ഷൻ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഡയറക്റ്റ് price elasticity and cross price elasticity of demand from given demand functions for two goods. Next question, explain Euler's theorem, discuss how homogeneous functions and Euler's theorem apply in economic analysis. അപ്പൊ നമ്മൾ ഈ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതിന്റെ എല്ലാത്തിന്റെയും ആൻസേഴ്സ് നമ്മൾ ലേൺവൈസിന്റെ ആപ്പിൽ PYQ ബുക്ക്ലെറ്റിൽ ആൻസേഴ്സ് ഇതിന്റെ എല്ലാത്തിന്റെയും ആൻസേഴ്സ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് ടോപ്പിക് ഡുവാലിറ്റിയിൽ നിന്നും ചോദിച്ചിട്ടുള്ള മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻസും അതല്ലാതെ 2 ക്വസ്റ്റ്യൻസും ഉണ്ട്. നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദി കോമ്പൻസേറ്റഡ് ഡിമാൻഡ് ഫംഗ്ഷൻ ആൻഡ് ഷെഫേർഡ്സ് ലെമ്മ. സെക്കൻഡ്, ഷോ ഹൗ റോയ്സ് ഐഡന്റിറ്റി ക്യാൻ ബി ഡിറൈവ്ഡ് യൂസിംഗ് ദി എൻവലപ്പ് തിയറം. Next question, explain the envelope theorem in the case of constrained optimization or unconstrained optimization. Fourth question, what is the dual of an objective function? How would you interrupt the coefficient in a dual? Next, matrices and determinants നിന്ന് ചോദിച്ചിട്ടുള്ള മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. Given matrices A, B and C, verify associative and or distributive properties of matrix multiplication. AB into C equals A into BC. Next question, find AB and BA for given matrices and show that AB not equals BA. Matrix multiplication is not commutative. Next question, discuss various properties of a determinant. Explain the concept of minor and cofactor. Next question, find the inverse of a given matrix. Next, linear economic models in the most repeated question ആണ്. Use Cramer's rule to find equilibrium values in a market model or national income model. Next question, given an input coefficient matrix and final demand, calculate total output using the Leontief input-output model. Next question, explain the Markov process with the help of an example or explain how Markov process can be understood using matrices. Next question, write short notes on transition metrics. Next, constraint optimization with equality constraints നിന്നും ചോദിച്ചിട്ടുള്ള മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Maximize or minimize a given objective function subject to an equality constraint using the Lagrange multiplier method. നെക്സ്റ്റ് റിപ്പീറ്റഡ് അല്ല, അതല്ലാത്ത 3 ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പ്ലെയിൻ ഹൗ കൺസ്യൂമർ ഇക്വിലിബ്രിയം ക്യാൻ ബി ഡിറ്റർമൈൻഡ് യൂസിംഗ് ദി ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ മെത്തേഡ്. എക്സ്പ്ലെയിൻ ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട് യൂസ് ബൈ എ ഫേം വിത്ത് ദി ഹെൽപ്പ് ഓഫ് കൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ MRS given a utility function u equals x raised to alpha y raised to beta with the utility fixed at u equals k. നെക്സ്റ്റ്, മൾട്ടിവേരിയറ്റ് കാൽക്കുലസ് 1ൽ നിന്ന് ചോദിച്ച മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതല്ലാതെ 2 ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ, ഫൈൻഡ് ദി ടോട്ടൽ ഡിഫറൻഷ്യൽ ഓഫ് ഗിവൺ മൾട്ടിവേരിയറ്റ് ഫംഗ്ഷൻ. അത് മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി കോൺസെപ്റ്റ് ഓഫ് മൾട്ടിവേരിയറ്റ് ഫംഗ്ഷൻ, ടോട്ടൽ ഡിഫറൻഷ്യൽ ആൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. Next question, derive the chain rule in the case of multivariate functions with a suitable example. Next, most repeated question ആണ്. Determine whether given functions are homogeneous. If so, state their degree. Next, unconstrained optimization നിന്നും ചോദിച്ചിട്ടുള്ള മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. A two-product firm faces given demand and cost functions. Find profit maximizing output levels. Check second order conditions and find maximum profit. നെക്സ്റ്റ് റിപ്പീറ്റഡ് അല്ല, 3 ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് നോക്കാം. എ പ്രൈസ് ഡിറ്റർമിനേറ്റിംഗ് മോണോപോളി സെൽസ് ഇൻ 2 markets with given demand and cost function. Determine profit maximizing output and price in each market and find maximum profit. Next question, find the stationary points of a given function of 2 variable and classify them maximum, minimum, saddle point or inflection point.
Next question, explain the concept of comparative static and how it differs in non-optimization or versus optimization context. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെർൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. നെക്സ്റ്റ് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. സോൾവ് ഗിവൺ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സെപ്പറബിൾ വേരിയബിൾ ഓർ ലീനിയർ ഫോം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is a differential equation? Explain the concept of order and degree of a differential equation. Next question, what is a linear differential equation? How is the solution obtained? Find the demand function given a price elasticity expression. Next, vectors and vector space il ninnum chodichittulla questions aanu. Given vectors u, v, w and x, compute inner product u dash v and products w dash x. Next question, most repeated aanu. Write short notes on type of vectors, vector space, orthogonality of vectors. Next question, find the concept of orthogonality of vectors. Next, second order differential equations in the most repeated alla chodichittulla rendu questions aanu. First one, solve the given second order differential equation, homogeneous or non-homogeneous. Second question, give demand and supply functions with a differential equation for the price path, find the time path and determine convergence. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞല്ലോ 2 പ്രിഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റ്സ് അവൈലബിൾ ആണെന്നുള്ളത്. അത് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്ക് ഓരോന്നും നോക്കാം. അതിൽ പ്രാക്ടീസ് സെറ്റ് എ കൊടുത്തേക്കുന്നത് ഹൈ പ്രോബബിലിറ്റി പേപ്പർ ആയിട്ടാണ്. അത് നിങ്ങളൊരു 3 hours എടുത്തിട്ട് ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ സെക്ഷൻ എയിൽ 20 മാർക്സ് വീതമായിരിക്കും ഉണ്ടാവുക. 2 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാം. സെക്ഷൻ ബിയിൽ പറഞ്ഞ പോലെ 12 മാർക്സിനും സെക്ഷൻ സിയിൽ ഓരോന്നിനും 12 മാർക്സും ആൻഡ് സെക്ഷൻ സിയിൽ 6 മാർക്സും വീതമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ സെക്ഷൻ എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, given the production function q equals 3l raised to 1/2 k raised to 1/2 where q is total product, l is labor and k is capital. A, find the marginal product of both factors. B, show the Euler's theorem is satisfied. C, determine the nature of returns to scale. D, is the total product exhausted? Justify. അങ്ങനെ ഈ 4 ക്വസ്റ്റ്യൻസിനും ഓരോന്നിനും 5 മാർക്സ് വീതമാണ് ഉണ്ടാകുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A two-product firm faces the demand and cost function Q1 equals 50 minus 3P1 plus P2. Q2 equals 20 plus P1 minus 2P2. C equals Q1 square plus Q1 into Q2 plus Q2 square. This is the first question. Question A. Find the output level satisfy first order condition for maximum profit. Adine 8 marks aanu varunathu. B question, check the second order sufficient condition. Adine 6 marks aanu varunathu. And C question, find the maximum profit level. Adinum 6 marks aanu varunathu. Next question, given the national income model y equals C plus I naught plus G naught, C equals 50 plus 0.8 into y minus t, t equals 80 plus 0.3 y. Use Cramer's rule to find the equilibrium levels of income y, consumption C and taxes t. Next, fourth question, solve the Leontief system given A equals 0.2, 0.4, 0.3, 0.1. D equals 100, 60. Find the total output vector x. Next, നമ്മൾ സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ടോട്ടൽ ഡിഫറൻഷ്യൽ ഓഫ് എ. അതിൽ എ ക്വസ്റ്റ്യൻ, z ഈക്വൽസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ബി ക്വസ്റ്റ്യൻ, z ഈക്വൽസ് എക്സ് ക്യൂബ് ഇ റൈസ് ടു 2y. നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യൻ ആണ്, maximize f of xy equals 4xy subject to x plus 2y equals 20 using the Lagrange multiplier method. Next, seventh question, show how Roy's identity can be derived using the envelope theorem. Eighth question,
From the demand function, QD equals 15,000 minus 400 PX plus 30M plus 200 PY. Find income elasticity and cross elasticity of demand when M equals 25, PX equals 10, PY equals 5. Next question, solve the differential equation. Adile A, dy by dx equals 3xy. B question, dx by dt equals minus 2 into x minus 5 with x of 0 equals 10. 10th question, given matrices A equals 2, 3, 1, 4, B equals 1, 0, 2, 5. Verify AB into C equals A into BC, where C equals 3, 1, 0, 2. Next 11th question ആണ്. Write short notes on അതിലെ A, Young's theorem, B, homogeneous and homothetic functions. Next 12th question, determine whether the following function are homogeneous and state the degree. അതിലെ A, f of xy equals x raised to 4 minus 3x square y square plus 4y raised to 4. B question, g of x y w equals x cube by y plus x cube by w square. നെക്സ്റ്റ് നമ്മൾ പ്രാക്ടീസ് സെറ്റ് ബി ആണ്. അത് സർപ്രൈസ് റെഡി പേപ്പർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ തന്നെയാണ് വരുന്നത്. 3 hours എടുത്തിട്ട് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, എ പ്രൈസ് ഡിസ്ക്രിമിനേറ്റിംഗ് മോണോപോളിസ്റ്റ് ഓപ്പറേറ്റ്സ് ഇൻ 2 markets. Market 1, P1 equals 100 minus 4Q1. Market 2, P2 equals 150 minus 10Q2. Total cost C equals 20 into Q1 plus Q2. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ, ഫൈൻഡ് ദി പ്രോഫിറ്റ് മാക്സിമൈസിംഗ് ഔട്ട്പുട്ട് ആൻഡ് പ്രൈസ് ഇൻ ഈച്ച് മാർക്കറ്റ്. അതിന് 10 marks ആണ് വരുന്നത്. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ട് ദി മാക്സിമം പ്രോഫിറ്റ്. അതിന് 5 marks ആണ്. ആൻഡ് സി ക്വസ്റ്റ്യൻ, വെരിഫൈ ദി സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ. അതിനും 5 marks ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, derive the chain rule of multivariate functions if z equals x square plus 3xy square, x equals t square and y equals 2t. Find dz by dt. Third question, adile A, explain how Markov processes can be modeled using matrices. Adine 10 marks ആണ്. B question, given the input output matrix A equals 0.1, 0.2, 0.3, 0.2 and final demand D equals 80, 50. Find the total output vector. Next, fourth question, find the solution of the system using Cramer's rule. 5x1 minus 2x2 plus 2x2 plus x3 equals 43x1 plus x2 minus 2x3 equals 1x1 plus 3x2 plus x3 equals 7. നെക്സ്റ്റ് നമ്മൾ സെക്ഷൻ ബി ആണ് നോക്കാൻ പോകുന്നത്. അതിൽ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി കോമ്പൻസേറ്റഡ് ഡിമാൻഡ് ഫംഗ്ഷൻ ആൻഡ് ഷെഫേർഡ്സ് ലെമ്മ വിത്ത് ഡെറിവേഷൻ. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഇഫ് ദി യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഈസ് u equals 3x plus 2y plus 5 square root of xy, find the ratio of marginal utilities of x and y. Seventh question, solve the second order differential equation d square plus 4d plus 4 into y equals 0, given y of 0 equals 2, y dash of 0 equals minus 1. Eighth question, explain the envelope theorem of constraint optimization. How is the Lagrange multiplier interpreted? Next, ninth question വരുന്നത്, find the inverse of matrix B equals 2, 1, 0, 1, 3, 2, 0, 2, 4. 10th question, given vectors u equals 4 minus 1 2, v equals 3 2 minus 1, w equals 1 5 3. അതിൽ A question, compute u dash v and u dash w. B, are any two vectors orthogonal? Next, 11th question, write short notes on അതിൽ A, vector space and its properties.
ബി ട്രാൻസിഷൻ മെട്രിക്സ്. നെക്സ്റ്റ് 12th ക്വസ്റ്റ്യൻ, അതിൽ എ അഡ്ജുഗേറ്റ് ഓഫ് എ മെട്രിക്സ്, ബി റാങ്ക് ആൻഡ് ഓർഡർ ഓഫ് എ മെട്രിക്സ്. ഇപ്പൊ ഈ നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്ന ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് എല്ലാം നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആണ്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഒരു ആൻസറുടെ സ്ട്രക്ചർ എങ്ങനെയാണ് ആവണം എന്നുള്ളതാണ്. ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മുടെ ഒരു 20 മാർക്സിനാണ് ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 500 to 600 വേർഡ്സിലാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. അതിലൊരു ഇൻട്രൊഡക്ഷൻ 2 to 3 സെന്റൻസിൽ ഒതുങ്ങുന്ന രീതിയിൽ ആ ഒരു ഇൻട്രൊഡക്ഷൻ, ആ ഒരു കോൺസെപ്റ്റ് ഡിഫൈൻ ചെയ്ത് എഴുതേണ്ടതുണ്ട്. ആൻഡ് ബോഡി, നെക്സ്റ്റ് വരുന്നത് ബോഡിയാണ്. നമ്മൾ ഒരു 4 to 6 പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്ത് അതിന് ഓരോന്നിനും ബ്രീഫ് എക്സ്പ്ലനേഷൻസ് കൊടുത്ത് അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം എഴുതി കൊടുക്കാൻ. നെക്സ്റ്റ് നമ്മളൊരു 2 to 3 സെന്റൻസിൽ തന്നെ നല്ല രീതിയിൽ ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. ഒരു കൺക്ലൂഷൻ നമ്മൾ നല്ല രീതിയിൽ കൊടുക്കേണ്ടതുണ്ട്. സോ ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ എഴുതി കൊടുക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഒരു തിയറി ബേസ്ഡ് ആൻസർ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു തിയറി ക്ലിയർലി ഡിഫൈൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഹൂ, വെൻ, വാട്ട് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. അതിന്റെ കോർ കോമ്പോണൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം. അതുപോലെ സ്റ്റഡി മെറ്റീരിയലിൽ നമ്മുടെ ടെർമിനോളജീസ് ഒക്കെ യൂസ് ചെയ്യണം. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ എഴുതി കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ലിമിറ്റേഷൻസോ ക്രിറ്റിസിസോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതി കൊടുക്കേണ്ടതുണ്ട്. മോഡേൺ പ്രാക്ടീസുമായിട്ട് അതല്ലെങ്കിൽ റിലേറ്റഡ് തിയറീസുമായിട്ട് അതൊന്ന് കണക്ട് ചെയ്ത് എഴുതി കൊടുക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് ഡിസ്കസ് വേഴ്സസ് എക്സ്പ്ലെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഡിസ്കസ് എന്ന് പറയുവാണെങ്കിൽ അങ്ങനെയാണ് ചോദിക്കുന്നുണ്ട്. നമ്മൾ അതിന് ഒരു ബാലൻസ്ഡ് അനാലിസിസ് ആണ് അവിടെ ആവശ്യമുള്ളത്. അവിടെ നമ്മൾ മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവിൽ അത് എഴുതണം. ആൻഡ് ഓൾസോ പ്രോസ് ആൻഡ് കോൺസും ട്രേഡ് ഓഫ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഒരു ബാലൻസ്ഡ് അനാലിസിസിലായിരിക്കണം നമ്മുടെ ആൻസർ വരേണ്ടത്. എക്സ്പ്ലെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല ക്ലാരിറ്റി കൊടുക്കേണ്ടതുണ്ട്, നല്ല ഡെപ്തിൽ തന്നെ എഴുതി കൊടുക്കേണ്ടതുണ്ട്. അതിന്റെ കോമ്പോണൻസ് ഒക്കെ ബ്രേക്ക് ചെയ്ത് അത് തമ്മിലുള്ള ഒരു ഇന്റർ കണക്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഡെപ്തിൽ ഡീപ്പായിട്ട് തന്നെ ആ ഒരു കാര്യം എഴുതി കൊടുക്കേണ്ടതുണ്ട്. സോ അതൊന്ന് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എക്സാമിന് നമുക്ക് എങ്ങനെ ടൈം മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. ടൈം മാനേജ്മെന്റ് ആണ് നോക്കുന്നത്. അപ്പൊ നമ്മുടെ ഒരു 3 hours ആണല്ലോ ഡ്യൂറേഷൻ വരുന്നത്. അതിൽ ആദ്യത്തെ 5 minutes എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിക്കാം. ആൻഡ് അതിൽ ഏറ്റവും കോൺഫിഡന്റ് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഫസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട്, നമ്മൾക്ക് അറിയാമെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഫസ്റ്റ് എഴുതാൻ വേണ്ടി ചൂസ് ചെയ്യാം. ആൻഡ് ഓരോ 30 minutes നമ്മൾ പിന്നീട് ഓരോ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതിന് ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ എഴുതി പോവാം. ആൻഡ് അതിൽ കഴിഞ്ഞിട്ടുള്ള ഓരോ 6 minutes നമ്മൾ ആ ഒരു ആൻസറിന്റെ ക്ലാരിറ്റിയും മിസ്സിംഗ് വേർഡ്സ് ഉണ്ടോ, കറക്ഷൻസ് വരുത്താനുണ്ടോ എന്നുള്ളതിന് വേണ്ടിയിട്ട് ഒരു റിവ്യൂവിന് വേണ്ടിയിട്ട് ഓരോ 6 minutes മാറ്റി വെക്കാം. ആൻഡ് ലാസ്റ്റ് 15 minutes നമ്മളെല്ലാം എഴുതിക്കേണ്ടുള്ള ആ ഒരു ലാസ്റ്റ് 15 minutes നമ്മൾ ഫൈനൽ റിവ്യൂക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. മൊത്തത്തിൽ ഒന്ന് ആൻസർ ഒന്ന് നോക്കാം. ആൻഡ് അതിലെന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വരുത്താവുന്നതാണ് ആ ഒരു ടൈമിൽ. അതല്ലാതെ നമ്മൾ മൊത്തമായിട്ട് വെട്ടിയിട്ട് ഒന്നുകൂടി റീറൈറ്റ് എഴുതാമെന്ന് വിചാരിക്കുകയും ചെയ്യരുത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് അതിനുള്ള ടൈം കിട്ടില്ല. ആൻഡ് നിങ്ങൾ ഒരു 800 വേർഡ്സിലേക്കൊന്നും നിങ്ങളുടെ ആൻസർ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നമ്മൾ അത്രയും എഴുതുവാണെങ്കിൽ നമുക്ക് ടൈം കിട്ടില്ല. സോ ഒരു 400 വേർഡ്സ് ആണെങ്കിലും നിങ്ങൾ അത് കറക്റ്റ് വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു നല്ല ആൻസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനായിരിക്കും കൂടുതൽ മാർക്സ് കിട്ടുന്നുണ്ടാവുക. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രാക്ടീസ് സെറ്റ് എ ആണെങ്കിലും പ്രാക്ടീസ് സെറ്റ് ബി ആണെങ്കിലും അതുപോലെ മൊത്തം PYQയുടെ എല്ലാത്തിൻ്റെയും ആൻസേഴ്സ് നമ്മുടെ ലേൺവൈസിന്റെ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരു ആൻസർ എങ്ങനെ എഴുതണം, ഒരു എക്സാം സ്ട്രാറ്റജി എങ്ങനെയാണ് എന്നുള്ളതും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആൻഡ് അഡീഷണൽ ആയിട്ട് ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ ബാങ്ക്സും കൂടെ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ലേൺവൈസിലേക്ക് കയറുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രാക്ടീസ് സെറ്റ് എയുടെയും ബിയുടെയും ആൻസേഴ്സ് മുഴുവനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ PYQ ബുക്ക്ലെറ്റിന്റെ എല്ലാ ഡീറ്റെയിൽഡ് ആൻസേഴ്സും നിങ്ങൾക്ക് കിട്ടും. അതുപോലെ എക്സ്ട്രാ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ ബാങ്ക്സും കൂടെ അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഒരു ആൻസർ എങ്ങനെ എഴുതണം, കൂടുതൽ മാർക്സ് എങ്ങനെ സ്കോർ ചെയ്യാം എന്നുള്ളതിന്റെ ഗൈഡൻസും നിങ്ങൾക്ക് കിട്ടും. ഒരു മെന്ററുടെ സപ്പോർട്ടും കൂടെ നിങ്ങൾക്ക് ഉണ്ടാവും. സോ ലേൺവൈസ് അഡ്വാൻസ്ഡ് ലേണിംഗ് എക്കോസിസ്റ്റം ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ത്രൂ ഓൾ വാട്സ്ആപ്പ് മെസ്സേജിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. 7592939616 നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ടീം നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവും, നിങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ടാവും. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ടൈം ആൻഡ് എക്സാമിനേഷൻ. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച IGNOU സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ IGNOUയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം.
കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.